അയോധ്യയിൽ വല്ല സ്കോപ്പുമുണ്ടെങ്കിൽ പോയി ദേവസ്വം സ്ഥാപിച്ച് കാണിക്ക് കുത്തിവാരാൻ ഗവേഷണം നടത്തുന്ന പിണറായിയുടെ ദേവസ്വം വകുപ്പുകാരൊക്കെ ഇതൊന്ന് കേട്ട് കുറിച്ചുവെച്ചോ. അയോധ്യയിൽ 1 ലക്ഷം ഭക്തരെ പ്രതീക്ഷിച്ച ആദ്യ ദിനത്തിലെ പകൽ മാത്രം എത്തിയത് 3 ലക്ഷം പേർ. വൻ ജനസഹസ്രം എത്തിയതറിഞ്ഞ് അവരെ സേവിക്കാനിതാ സാക്ഷാൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമാനത്തിൽ പാഞ്ഞെത്തി. 6000 ജീവനക്കാരെയാണ് അവിടെ യോഗി നിയോഗിച്ചിരിക്കുന്നത്. ഒരു രാമഭക്തന് പോലും സങ്കടവും നിരാശയും ഉണ്ടാകരുത് എന്ന് കർശന നിർദ്ദേശം നൽകി. നിങ്ങൾ സർക്കാരിന്റെയും രാമന്റെയും സേവകരാണ്. രാമൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ വാഴുന്നത്. അദ്ദേഹത്തിന്റെ ആളുകൾക്ക് ഒരു പരിഭവം ഉണ്ടാകരുത് എന്ന് യോഗി ഉത്തരവിട്ടു. നമ്മുടെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശബരിമലയിലാകട്ടെ ഭക്തരെ വെള്ളം കൊടുക്കാതെ കൊല്ലുന്നത് പോലെയും തല്ലി ഓടിക്കും പോലെയും നാമം വിളിച്ചാൽ ചുരുട്ടിക്കൂട്ടി ഇടികൊടുത്ത് ജയിലിൽ അടയ്ക്കും പോലെയൊന്നുമല്ല അയോധ്യയിലെ കാര്യം. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം ആദ്യ പകലിൽ തന്നെ രാംലല്ല ദർശിക്കാനെത്തിയത് പ്രതീക്ഷിച്ചതിലും 3 ഇരട്ടിയായി 3 ലക്ഷം പേർ. ഇതറിഞ്ഞ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉടൻ തന്നെ വിമാനത്തിൽ അയോധ്യയിൽ കുതിച്ചെത്തി. അഭൂതപൂർവമായ അയോധ്യയിലെത്തിയ ജനങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹം ആദ്യം അന്വേഷിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിലെ ശബരിമലയും ഒരു ദിവസം പൂർത്തിയാക്കാത്ത അയോധ്യയും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. നമ്മുടെ പിണറായി സർക്കാർ യോഗി ആദിത്യനാഥിനെ കണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ 2 സ്ഥലത്തും എത്തുന്ന ഭക്തരെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിമാർ അവരുടെ പെരുമാറ്റങ്ങളെല്ലാം തന്നെ നാം മനസ്സിലാക്കണം. നമ്മുടെ ശബരിമലയിൽ ഭക്തർ കൂടുന്നതനുസരിച്ച് പിണറായി പോലീസിന്റെ സ്വഭാവം മാറും. ലാത്തി പ്രയോഗവും ഉന്തും തള്ളും എല്ലാമായിരിക്കും ഭക്തരോട് കാണിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭക്തർ വലിഞ്ഞുകയറി വരുന്നവരല്ല. അവർ വിശിഷ്ട വ്യക്തികളാണ്. അവർ ആതിഥേയരാണ്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സദാ ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. ഇവിടെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതുതന്നെയാണ് പാലിക്കുന്നത്. എന്നാൽ ശബരിമലയിലെ ഭക്തരോട് നമ്മുടെ പിണറായി സർക്കാർ കാണിക്കുന്നതാകട്ടെ കൊടും ക്രൂരതകളായിരുന്നു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് അടുത്ത പകലെത്തിയ 3 ലക്ഷത്തോളം വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ് യോഗി ആദിത്യനാഥ് അയോധ്യയിൽ കുതിച്ചെത്തിയത്. അതായത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ട് പിണറായി മുഖ്യൻ ഒരുപാട് പാഠങ്ങൾ പഠിക്കണം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ആദ്യ പകലിൽ തന്നെ അയോധ്യയിൽ 3 ലക്ഷം ഭക്തരാണ് രാംലല്ലയെ ദർശിക്കാനെത്തിയത്. ഇത് മുമ്പ് കണക്കുകൂട്ടിയതിലും റെക്കോർഡാണ്. 1 ലക്ഷം തീർത്ഥാടകർ എത്തുമെന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ക്ഷേത്രം പൂർത്തിയാകുമ്പോൾ 3 ലക്ഷം പേരെയും കണക്ക് കൂട്ടി. എന്നാൽ ആദ്യ പകൽ തന്നെ 3 ലക്ഷം ആളുകൾ അയോധ്യയിൽ തീർത്ഥാടനത്തിനെത്തിയപ്പോൾ ക്ഷേത്രം പൂർണ്ണമാകുമ്പോൾ ഇനിയും ദിനം പ്രതിയുള്ള ഭക്തരുടെ എണ്ണം കുത്തനെ ഉയരുമെന്നാണ് പറയുന്നത്. തീർത്ഥാടകർക്ക് തുടർച്ചയായി ദർശനം നൽകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രാദേശിക ഭരണകൂടം ചെയ്തു വരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ആഹാരം, വെള്ളം, ചികിത്സ, പ്രായമായവർക്കും രോഗികൾക്കും പരിചരണവും സഹായവും എല്ലാം ഇവിടെ 24 മണിക്കൂറും റെഡിയാണ്. ഭക്തർ പരാതികളില്ലാതെ സംതൃപ്തരാണ്. അയോധ്യയിൽ കണക്ക് കൂട്ടിയതിന്റെ 3 ഇരട്ടി ഭക്തർ എത്തിയപ്പോൾ ക്ഷേമം അന്വേഷിക്കാനും സൗകര്യങ്ങൾ ഉറപ്പാക്കാനുമായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമാനത്തിൽ പാഞ്ഞെത്തിയത്. അയോധ്യ വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തി. ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി DG പ്രശാന്ത് കുമാർ എന്നിവരോടൊപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൊവ്വാഴ്ച സൗകര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. എല്ലാവർക്കും തടസ്സമില്ലാതെ തീർത്ഥാടനം ഉറപ്പു നൽകാൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷാ നടപടികൾക്കും മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതികൾ ഉണ്ടാകരുതെന്നും രാമഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശമുണ്ട്. വിശുദ്ധ നഗരമാണ് ഇപ്പോൾ അയോധ്യ. അതിനാൽ തന്നെ ഇവിടെ വരുന്നവർക്ക് പരമാവധി സന്തോഷവും സമാധാനവും ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി യോഗി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലല്ലയുടെ ദർശനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇപ്പോഴും എത്തിയിരിക്കുന്നത്. പ്രാദേശിക ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ക്ഷേത്ര പരിസരത്തുണ്ട്. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ 8000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അതായത് 8000-ത്തോളം സർക്കാർ സേവകരാണ് ഇപ്പോൾ രാമഭക്തർക്ക് സൗകര്യമൊരുക്കാൻ അവിടെയുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.